നമസ്കാരം. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ഞാൻ പരമാവധി ഉച്ചത്തിൽ സംസാരിക്കേണ്ട മൈക്ക് ഞാൻ മാറ്റി. ഓക്കെ, ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ കുറേ നാളായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യങ്ങൾ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? പിന്നെ ഫോർ എ ചേഞ്ച് നമുക്കറിയാം ഇതും നിങ്ങളെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ചുറ്റിനുമുള്ള ആൾക്കാർ നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ നെയ്ബേഴ്സ് ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, ഈവൻ നിങ്ങളുടെ പേഴ്സൺ ആവട്ടെ, നിങ്ങളുടെ പേഴ്സൻ്റെ റിലേറ്റീവ്സ് ആവട്ടെ, അവരൊക്കെ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്, അവരുടെയൊക്കെ ഒപ്പീനിയൻ എന്താണ് നിങ്ങളെക്കുറിച്ച് എന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങളെങ്ങനെയുള്ള ആളാണ്, നിങ്ങളെ വിശ്വസിക്കാമോ എന്നൊക്കെ അവരെന്താണ് മനസ്സിൽ വിചാരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റിനുമുള്ള മറ്റാൾക്കാരും നിങ്ങളെപ്പറ്റി ഉള്ള ഒപ്പീനിയൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച്, അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർ, അവരുടെ ഫ്രണ്ട്സ് ആവട്ടെ, റിലേറ്റീവ്സ് ആവട്ടെ, അവരുടെ പേഴ്സൺ ആവട്ടെ, അവരുടെ പേഴ്സൻ്റെ റിലേറ്റീവ്സ് ആവട്ടെ, എല്ലാവരും അവരെ പറ്റി എന്താണ് കരുതുന്നത്, അവരുടെ സ്വഭാവം എന്താണെന്നാണ് അവർ കരുതുന്നത്, എങ്ങനെയുള്ള ആളാണ് എൻ്റെ വ്യൂവേഴ്സ് എന്ന് അവർ വിചാരിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാമോ. അവരെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനനുസരിച്ച് അവർ വരുത്തും. അതിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ, അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ എന്താണ് ഈ സമയം, ഇവർ കാണുന്ന സമയത്തെ ഒപ്പീനിയനാണ് എനിക്കറിയേണ്ടത്. എന്നാണോ ഇത് കാണുന്നത് അന്നത്തെ ഒപ്പീനിയനാണ് എനിക്കറിയേണ്ടത്. ഓക്കെ, 9 ഓഫ് സ്വാർഡ്സ്. കെൽറ്റിക് റോസ് ഒന്നും അല്ല, റെഗുലറാണ് ചെയ്യുന്നത് കേട്ടോ. 7 ഓഫ് കപ്സ്. ഓക്കെ, 2 ഓഫ് സ്വാർഡ്സ്. ഇങ്ങനെ എടുക്കാമേ. Queen of Swords. Oh, Knight of Wands. Okay, 6 of Pentacles, 6 of Swords. Oh, 4 of Swords, 6 of Cups, 9 of Cups and Temperance, bottom of the deck. മിക്സ്ഡ് ഒപ്പീനിയൻ ആണ് അവിടെ. ഓക്കെ, ഇവിടെ കൂടുതലായിട്ടും നിങ്ങൾ സ്ട്രെസ്സ് ഒരുപാട് എടുക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ ചുറ്റിനുമുള്ളവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, അവർ നിങ്ങളെപ്പറ്റി ബോധേഡ് ആവുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ ക്ലാരിഫൈ ചെയ്ത് പോവേ. ആദ്യത്തെ കാർഡ് 9 ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉറക്കമില്ലാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് അവർ വിചാരിക്കുന്നു. സ്ട്രെസ്ഡ് ആണ്, BP ഒക്കെ കൂടിയിട്ടുണ്ട് എന്നൊക്കെ ഇവർ നിങ്ങളുടെ വീട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആവട്ടെ, നിങ്ങളെ പറ്റി വറി ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് തോന്നുന്നുണ്ട് അവർ വറീഡാണ് നിങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, നിങ്ങൾ ഉറങ്ങുന്നില്ല, സ്ട്രെസ്ഡാണ്, ഒരുപാട് ടെൻഷൻ എടുക്കേണ്ട എന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ റിലാക്സ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നു. അതേപോലെ ഓവർ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ തലയിൽ എടുത്ത് വെക്കുന്നുണ്ട് എന്നും നിങ്ങളുടെ ചുറ്റിനുള്ളവർക്ക് നിങ്ങളെ പറ്റി അഭിപ്രായമുണ്ട് കേട്ടോ. നല്ല അഭിപ്രായം തന്നെയാണ്, അത് മോശപ്പെട്ട അഭിപ്രായമല്ല. അവർ വിചാരിക്കുന്നത് ഇത്രയും റെസ്പോൺസിബിലിറ്റി എടുക്കണോ, ചിലത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തുകൂടെ എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ഓവർലി നിങ്ങൾ സ്ട്രെസ്സ് എടുക്കുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് മൂലമുള്ള സ്ട്രെസ്സ് അവിടെ ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ കൺഫ്യൂസ്ഡ് ആവാറുണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡായി പോകുന്നു. ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ സാധിക്കുന്നില്ല, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ക്ലാരിഫൈ 2 ഓഫ് സ്വാർഡ്സ്. Clarify 2 of Swords. 2 of Pentacles. ജഗ്ലിംഗ് ആണ്, വീണ്ടും കൺഫ്യൂഷൻ ആണ് അവിടെ വരുന്നത്. അതിനെ ക്ലാരിഫൈ ചെയ്തതും 2 of Pentacles ആണ്. എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ട് നിങ്ങളുടെ ചുറ്റിനുമുള്ള ആൾക്കാർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്തൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞാൽ അതിന് പോലും സാധിക്കാത്ത അത്രയും കൺഫ്യൂഷൻ, സ്ട്രെസ്സ് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ബോധേഡാണ് നിങ്ങളെ പറ്റിയിട്ട്.
ഓക്കെ, നിങ്ങൾ ഭയങ്കര ദേഷ്യം കാണിക്കുന്നു എന്നും ചിലർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ആരും ആയിരിക്കാം, നിങ്ങൾക്ക് ചുറ്റിനുള്ള ആൾക്കാർ, നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും ആരാണ് ഇത് പറയേണ്ടാവുക എന്ന്. ഒരുപാട് ദേഷ്യം കാണിക്കുന്നു, നിങ്ങളോട് സംസാരിക്കാൻ വന്നാൽ തന്നെ ദേഷ്യത്തിലാണ് നിങ്ങൾ മറുപടി പറയുന്നത്, ഒരു ക്ഷമയില്ലായ്മ നിങ്ങൾ കാണിക്കുന്നു എന്ന് ഇവർക്ക് അഭിപ്രായമുണ്ട്. ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്. മിസ്സിങ് എനർജി കാരണമാണ് നിങ്ങളുടെ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ ആവാം, നിങ്ങളുടെ പാരൻറ്റിനെ ആവാം. ഓക്കെ, നിങ്ങൾക്ക് വളരെ അടുത്ത ഒരാളെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആ മിസ്സിങ് എനർജിയാണ് അവിടെ ദേഷ്യമായിട്ട് മാറുന്നത്. ഒരു ഇമോഷൻ വേറൊരു ഇമോഷനായിട്ട് മാറുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇപ്പം എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇറിറ്റേഷനും ദേഷ്യവും ഒക്കെയാണ്. അങ്ങനെ വളരെ ദേഷ്യത്തിൽ പെരുമാറുന്നു എന്ന് ഇവർക്ക് ഒരു അഭിപ്രായമുണ്ട്. ബാക്കി 2 കാർഡ് കൂടെ ഞാൻ ക്ലാരിഫൈ ആയിട്ടെ. ക്ലാരിഫൈ 9 ഓഫ് സ്വാർഡ്സ്. 9 ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ 9 ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ 9 ഓഫ് സ്വാർഡ്സ്. നിങ്ങളുടെ ഫാമിലിയെ വിട്ട് ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് ലോങ് ഡിസ്റ്റൻസിലായിരിക്കണം. നിങ്ങളുടെ പാരൻറ്റ്, നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ നിങ്ങളെ വിട്ട് ഡിസ്റ്റൻസിലായിരിക്കണം. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് പാരൻസിൻ്റെ ആവട്ടെ, സ്പൗസ് ആവട്ടെ, ഏത് തരത്തിലായാലും ഒരു തേർഡ് പാർട്ടി, നിങ്ങളെ ബോധർ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലുണ്ട്. ആ ഒരു ടെൻഷൻ മൂലം ഉറക്കമില്ലാത്ത സിറ്റുവേഷനാണ്. നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കണം നിങ്ങളുടെ പേഴ്സണുമായിട്ട്. അവിടെയും നിങ്ങൾ ഓവർ സ്ട്രെസ് എടുക്കുന്നതായിട്ടാണ് ഇവർ വിചാരിക്കുന്നത് കേട്ടോ. ഇവർക്കറിയാമെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് സ്ട്രെസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നിവർ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇവർ വിചാരിക്കുന്ന എന്തോ കാര്യമുണ്ട്, അതുമൂലം നിങ്ങൾക്ക് സ്ട്രെസ്സാണെന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ വിചാരിക്കുന്നു. പ്രശ്നം അവിടെ നിങ്ങൾക്ക് സ്ട്രെസ്സ് വരാനുണ്ടായ റീസൺ പറഞ്ഞാൽ ഒന്നുകിൽ ഈ നിങ്ങളുടെ ഫാമിലി എല്ലാം വിട്ട് ദൂരെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഓക്കെ, ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. സെവൻ ഓഫ് സ്വാർഡ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് മറ്റാരുടെയും കൂടെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ആക്ച്വലി റെസ്പോൺസിബിലിറ്റിയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ആ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അത് നിങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളെല്ലാം മനസ്സിൽ അടക്കി പിടിക്കുകയാണ്. പല പല റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരേ സമയം ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു. അത് നിങ്ങൾ ആരോട് ഷെയർ ചെയ്യാത്തത് കൊണ്ടുള്ള സ്ട്രെസ്സാണ് അവിടെ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ ആരും പറയുന്നില്ല. ഇവർ ആലോചിക്കേണ്ട എന്താണ് ഇവർക്ക് ഇത്രയും റെസ്പോൺസിബിലിറ്റി, ശരി ഇതിന് ഇത്രയും സ്ട്രെസ് എടുക്കണോ എന്നൊക്കെ നിങ്ങളുടെ ചുറ്റുമുള്ളവർ ആലോചിക്കുന്നത്. എന്തിനാ ഇങ്ങനെ സ്ട്രെസ് എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. പക്ഷെ അതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ടാണ് നിങ്ങളവിടെ അനുഭവിക്കുന്നത് കേട്ടോ. ഞാൻ ഇതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ചുറ്റിനുള്ളവർ വിചാരിക്കുന്ന ബേസിക്കലി നിങ്ങൾ ഓവർ റെസ്പോൺസിബിളായിട്ട് എല്ലാം കൂടി തലയിലെടുത്ത് വെച്ച് ജഗിൾ ചെയ്യാണ്, സ്ട്രെസ്ഡ് ആണ് എന്ന് വിചാരിക്കേണ്ട, ദേഷ്യം പ്രകടിപ്പിക്കുന്നു എന്നും വിചാരിക്കുന്നുണ്ട് ബേസിക്കലി. ഓക്കെ, നൈറ്റ് ഓഫ് വാൻസ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻസ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു 100% എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഹൈലി പാഷനേറ്റ് ആയിട്ടാണ് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു ജോലി നിങ്ങളെ ഏൽപ്പിച്ചാൽ അത് വളരെ നന്നായി മികച്ചതായി ചെയ്ത് തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട് നിങ്ങളെ പറ്റിയിട്ട് കേട്ടോ. നിങ്ങൾ വളരെ കെയർ ഫ്രീ ആയിട്ട്, ജോളി ആയിട്ട്, വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ, നിങ്ങൾ എത്ര സ്ട്രെസ്ഫുൾ കാര്യം നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് അത് ഹാൻഡിൽ ചെയ്യുമെന്ന് വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിൻ്റെ രാശികൾ വേണോ? കാരണം മുകളിൽ സ്ട്രെസ്ഡ് ആണ് എന്ന് കാണിക്കുന്നു, താഴെ വന്നപ്പോഴേക്കും നിങ്ങൾ ജോളി കെയർ ഫ്രീ ആണെന്ന് പറയുന്നു. അപ്പോൾ ഇത് രണ്ട് ആൾക്കാരുടെ എനർജി ആണെന്ന് അവിടെ മനസ്സിലായില്ലേ അല്ലേ? ആദ്യത്തെ എനർജി വന്നിട്ട് സ്വാർഡ്സും വോൺസും ആണ്.
അവിടെ നമുക്ക് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ഇത് ഈ കാർഡ്. ഓക്കെ, അടുത്തത് സ്വാട്സും കപ്സും. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കടകം, വൃശ്ചികം, മീനം, പിന്നെ ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഏറ്റവും കൂടുതൽ സ്ട്രെസ് എടുക്കുന്ന തുലാം, മിഥുനം, കുംഭക്കാരാണ് എന്ന് അവിടെ കാണുന്നു കേട്ടോ. കാരണം ജോലിയിലായാലും മറ്റുള്ളവരുടെ പണിയും കൂടെ നിങ്ങൾ എടുത്ത് തലയിൽ വെച്ചിട്ട് സ്ട്രെസ് എടുക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഇവിടെ വീണ്ടും ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, അതേപോലെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കടകം, വൃശ്ചികം, മീനം, ഇത്രയും രാശിക്കാരാണ് മുകളിൽ കണക്റ്റ് ആയത്. ഓക്കെ, ഇവിടെ വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, അതുപോലെ മേടം, ഏരീസ്, മേട രാശിക്കാർ കുറച്ച് കൂടുതലായിട്ട് അവിടെ കുറച്ച് കൂളായിട്ട് ക്യാൻഡിൽ ചെയ്യുന്നു എന്നാണ് അവരെ പറ്റിയിട്ട് ഒരു അഭിപ്രായം വരുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്കും ഈ രാശിക്കാർക്ക് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ കൂടുതലായും അവിടെ കണക്റ്റ് ആയത് ആ രാശിക്കാരാണ്. മറ്റുള്ളവരും ഉണ്ട്, കൂടുതൽ കണക്റ്റ് ആയത് അവരാണെന്ന് അവിടെ അർത്ഥം വരുന്നുള്ളൂ കേട്ടോ. അതേപോലെ 6 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 6 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 6 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ അത്യാവശ്യം മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പൈസയൊക്കെ ആരെങ്കിലും ചോദിച്ചു, ഒരു കടമൊക്കെ ചോദിച്ചു വന്നാലും, നിങ്ങൾ ഒരു സഹായം ചോദിച്ചു വന്നാൽ നിങ്ങൾ മടിച്ച് നിൽക്കാറില്ല, ഉടനെ ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് ഒരു അഭിപ്രായം ഉണ്ട് കേട്ടോ. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഒരു പുതിയ തുടക്കത്തെ ഒന്നും പേടിക്കാത്ത ഒരാളാണ് എന്നും ഇവർ വിചാരിക്കേണ്ടത്. അതായത് നിങ്ങൾ ഫൈനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് ഇവർ വിചാരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ട് എന്നും ഇവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങാനാണ്, നിങ്ങളുടെ ഫ്രണ്ടാണ്, ഒരു കടം ചോദിച്ചു, നിങ്ങൾ കൊടുക്കും, കൊടുത്ത് സഹായിക്കും. നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ എങ്ങനെയെങ്കിലും അത് ഒപ്പിച്ച് കൊടുക്കാൻ ശ്രമിക്കും. ഒരു മെഡിക്കൽ ആവശ്യത്തിനാണ് നിങ്ങളുടെ അടുത്ത് വന്നൊരു സഹായം ചോദിച്ചു, നിങ്ങൾ മടിച്ച് നിൽക്കില്ല, ചെയ്തു കൊടുക്കും. ഓക്കെ, അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങളെപ്പറ്റി, നല്ലൊരു അഭിപ്രായം നിങ്ങളെ പറ്റിയിട്ട് ഉണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ആ രാശിക്കാരാണ് ഇവിടെ കൂടുതലായും കണക്റ്റ് ആയതുണ്ടല്ലേ. ഓക്കെ, 6 ഓഫ് സ്വാട്സ് നോക്കട്ടെ. ക്ലാരിഫൈ 6 ഓഫ് സ്വാട്സ്, ക്ലാരിഫൈ 6 ഓഫ് സ്വാട്സ്, ക്ലാരിഫൈ 6 ഓഫ് സ്വാട്സ്. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നും ഇവർ നിങ്ങളെ പറ്റി പറയുന്നത്. 2 കാർഡ് യാത്ര തന്നെയാണ്. അത് ലോങ് ഡിസ്റ്റൻസ് പോകാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. അതായത് മൗണ്ടൻസ് ഏരിയ, റൈഡിങ് ഒക്കെ നിങ്ങൾ പോകുന്നുണ്ടാവും, റൈഡിനൊക്കെ പോകുന്നുണ്ടാവും, ചിലപ്പോൾ ബൈക്ക് റൈഡ്സ് അങ്ങനെയൊക്കെ പോകാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതേപോലെ വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ബോട്ട്, ഒരു ഹൗസ് ബോട്ടിൽ പോയിരിക്കാൻ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആളായിരിക്കണം. അതേപോലെ വേറെന്തായാലും പറയുക, മറ്റേ റാഫ്റ്റിംഗ് ഒക്കെ, ഇപ്പോൾ അഡ്വഞ്ചർ ഇതുണ്ടല്ലോ, വെള്ളത്തിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. മൗണ്ടൻസിൽ അഡ്വഞ്ചറസ് ആയിട്ട് ഉള്ള ട്രെക്കിംഗ് അങ്ങനെയൊക്കെ പോകാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കണം നിങ്ങൾ. ഓക്കെ, എന്ന് അവർ പറയുന്നത്. നിങ്ങൾ കുറച്ച് അഡ്വഞ്ചറസ് ആണ് എന്നാണ് ബേസിക്കലി ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങളെപ്പറ്റി അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ട്. കുറച്ച് നല്ലതായിട്ട് യാത്രയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന്, കൂടുതലായും യാത്ര ചെയ്യുന്ന ഒരാളാണ് എന്ന് നിങ്ങളെപ്പറ്റി അഭിപ്രായമുണ്ട്. അവിടെയും ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, ഇനി സ്ട്രെസ്സ് തന്നെയാണ് വീണ്ടും കാണുന്നത്. 4 ഓഫ് സ്വാർഡ്സ്, ഓവർ തിങ്കിങ്. എന്ത് കാര്യം എടുത്താലും തിങ്കിങ് തീരുകയില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തിങ്കിങ്, ഉറങ്ങാതെ രാത്രി ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്ന് ഉറങ്ങുന്നില്ല നിങ്ങളെന്ന് നിങ്ങളുടെ വീട്ടുകാരായിരിക്കും അവിടെ കൂടുതലായിട്ടും പറയുന്നത്. അങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ട്. ക്ലാരിഫൈ 4 ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ 4 ഓഫ് സ്വാർഡ്സ്. എന്തിനെക്കുറിച്ചാണ് ഇവർ ഓവർ തിങ്ക് ചെയ്യുന്നത്? ഡിവൈൻ മാനിഫെസ്റ്റേഷൻസ് ആണ്. ഓക്കെ, എൻ്റെ ബോട്ടം എൻ്റെ കയ്യിൽ ഇപ്പോൾ വന്നത് ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതലായും നിങ്ങളുടെ പേഴ്സണെ പറ്റി ആലോചിച്ചിട്ടാണ് അവിടെ സ്ട്രെസ്ഡ് ആവുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടുകാർക്ക് അറിയണ്ടാവില്ല നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടെന്ന്. ഓക്കെ, മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുന്നുണ്ടാവില്ല. റീസൺ എന്താണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല.
അവരെ വിചാരിക്കുന്ന എന്തൊരു ഓവത്തിങ്, എന്തേ കുട്ടി ഉറങ്ങാത്തതെന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അതുപോലെ എന്തിനായി സ്ട്രെസ്സ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഉറങ്ങാത്തതിൻ്റെ റീസൺ നിങ്ങൾക്ക് ചിന്തകൾ ഇങ്ങനെ ഓവർ തിങ്കിങ് തന്നെയാണ്. ഇൻഫിനിറ്റിയുടെ സൈൻ കണ്ടില്ലേ, ആ പേഴ്സൻ്റെ തലയുടെ മുകളിൽ ഇൻഫിനിറ്റിയുടെ സൈനാണ്. അതായത് ചിന്തകൾ ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഉറക്കം വരില്ല. ഉറക്കം വരാതിരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ നിങ്ങളുടെ പേഴ്സണെ പറ്റിയുള്ള ചിന്തകൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലവേഴ്സ് അവിടെ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണെ പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞത്. ജോബ് റിലേറ്റഡ് ഒക്കെ ആയിരുന്നെങ്കിൽ പെൻറ്റക്കിൾസിൻ്റെ ഏതെങ്കിലും ഒരു കാർഡ് വന്നേനെ, മനസ്സിലായില്ലേ? അവിടെ നിങ്ങൾ കൂടുതലായും നിങ്ങളുടെ പേഴ്സണെ പറ്റിയാണ് ചിന്തിച്ച് സ്ട്രെസ്സാവുന്ന, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻസിനെ പറ്റിയിട്ട് നിങ്ങൾ ബോധേഡാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. ക്ലാരിഫൈ 6 ഓഫ് കപ്സ്. നിങ്ങൾ വളരെ നല്ലൊരു സുഹൃത്താണ്. സുഹൃത്ത് ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വളരെ വിശ്വസിക്കാം. നിങ്ങൾ എന്ത് സഹായവും നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ചെയ്യും എന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സൊക്കെ വളരെ ലോങ് ടേം ആയിട്ടുള്ളതായിരിക്കണം. സ്കൂൾ കോളേജ് ഡേയ്സ് മുതൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കണം നിങ്ങളുടെ. ക്ലാരിഫൈ 6 ഓഫ് കപ്സ്. നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ഒരു ഇവൻറ്റിലൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. ഒരു സ്കൂൾ റീയൂണിയൻ, കോളേജ് റീയൂണിയൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജോ അങ്ങനെ എന്തെങ്കിലും. അപ്പം നിങ്ങൾ നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അവരുമായിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാപ്പി മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ സമയം ആലോചിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെപ്പറ്റി വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അവിടെ ആലോചിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്പെൻഡ് ചെയ്ത സമയം നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പഴയ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിച്ച് ഹാപ്പി ആയിട്ട് ഇരുന്നു എന്നാണ് കാണുന്നത്. ക്ലാരിഫൈ 9 ഓഫ് കപ്സ്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും എന്തോ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവർ വിചാരിക്കുന്നു. ക്ലാരിഫൈ 9 ഓഫ് കപ്സ്. നിങ്ങൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ആ സ്റ്റക്ക് സിറ്റുവേഷൻ മാറിയിട്ട് അവിടെ നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് വന്നിട്ടുണ്ട് എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട്. എന്ത് വിഷ് ഫുൾഫിൽമെൻ്റാണ് ഡിവൈൻ ഇവർക്ക് കിട്ടിയത്? എന്ത് രീതിയിലുള്ള വിഷ് ഫുൾഫിൽമെൻ്റാണ്? ജോബാണോ, പേഴ്സണാണോ? എന്ത് വിഷ് ഫുൾഫിൽമെൻ്റാണ് ഇവർക്ക് കിട്ടിയതെന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നു. നിങ്ങൾ ചില കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഒരു മെസ്സേജിന് വേണ്ടിയിട്ട്. ആ മെസ്സേജ് ഓൾ ഓഫ് എ സഡൻ നിങ്ങൾക്ക് വന്നു. അതിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ രാശി ഞാൻ പറയാൻ വിട്ടുപോയി. കപ്സും ബോൺസും ആണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇവിടെ വന്നത് പൈസസ് മീനരാശി കുറേ കൂടുതലായിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം അതിൽ കൂടുതലും ആ രാശിയാണ് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. മീനരാശി കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഇപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് നിങ്ങളുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ചെയ്ത് കാണണം. റീയൂണിയന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അവരുടെ അടുത്തുനിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രോപ്പർട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നെങ്കിൽ അതിന് റിലേറ്റഡ് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ചിരകാലമായി വെയിറ്റ് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം അതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് ഒരു മെസ്സേജിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അവിടെ ഡിവൈൻ പറയുന്നത്. നിങ്ങളുടെ ഫാമിലി അതിനെ പറ്റിയിട്ട് ഹാപ്പിയാണ്. കാരണം നിങ്ങൾ ഹാപ്പിയാണ്. അത് ആ തടസ്സം മാറിയിട്ട് അത് ഫുൾഫിൽ ആയല്ലോ എന്ന് അവർ നിങ്ങളുടെ സന്തോഷം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ വിചാരിക്കുന്ന ഇവർ എന്തോ വെയിറ്റ് ചെയ്തിരുന്ന കാര്യം നടന്നിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിചാരിക്കുന്നു കേട്ടോ. ടെമ്പറൻസ്. നിങ്ങൾ കൂടുതലായിട്ട് സ്പിരിച്വൽ ആയിട്ട് പോകുന്നുണ്ട് എന്ന് നിങ്ങളുടെ ചുറ്റിനുള്ളവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടൊരാളാണ്, ഒരു ഹീലറാണ്. ഓക്കെ, അങ്ങനെയൊക്കെ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങളുടെ ചുറ്റിനുള്ളവർ വിചാരിക്കും. നിങ്ങൾ ലൈഫിൽ ഒരുപാട് ബ്ലോക്കേജസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി മൂലം നിങ്ങൾക്കത്
തരണം ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങളുടെ ചുറ്റിനുള്ളവർ വിചാരിക്കുന്നു. അവർ വിചാരിക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുന്നതിലൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പം നമ്മുടെ അമ്മയായാലും അച്ഛനായാലൊക്കെ പറയും, അവരിപ്പോൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവർ കുറച്ച് സ്പിരിച്വലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയില്ലേ. ഇപ്പം എന്തോ ഭയങ്കര ഭക്തിയാണ് എന്നൊക്കെ പറയില്ലേ. ആ ഒരു രീതിയിലുള്ള അഭിപ്രായം കേട്ടോ. ആ ബ്ലോക്കേജസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതലായും ഒരു ഹീലിങ്ങിലേക്ക്, സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. അതവർക്ക് അറിയാമോ അറിയില്ലേ എന്നുള്ളത് അവിടെ വിഷയമല്ല. അവർ പറയുന്നത് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കുറച്ച് കൂടുതലായിട്ടും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്, അത് നല്ല കാര്യമാണ് എന്ന് നിങ്ങൾക്ക് ചുറ്റിനുമുള്ളവർ പറയുന്നുണ്ട്. എസ്പെഷ്യലി ഇത് നിങ്ങളുടെ വീട്ടുകാരായിരിക്കും പറയുണ്ടാവുക. ഓക്കെ, കപ്സ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. അപ്പോൾ ഇത്രയും രാശിക്കാരാണ് ഇവിടെ നിന്ന് കണക്റ്റ് ആയത്. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടെ വേണമെങ്കിൽ വേറൊരു ഡെക്കിൽ നിന്ന് നമുക്ക് എടുക്കാം. കൂടുതൽ ഒപ്പീനിയൻ പറയൂ ഡിവൈൻ, കുറച്ചുകൂടെ ഒപ്പീനിയൻസ് എനിക്ക് തരൂ. എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച്, അവർക്ക് ചുറ്റുമുള്ളവരുടെ ഒപ്പീനിയൻ എന്താണ് എന്നതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കൂടുതൽ കാർഡ്സ് തരൂ ഡിവൈൻ. ഈ വന്നതിൽ നിന്നും വ്യത്യസ്തമായ കാർഡുകൾ തരൂ. ഓക്കെ, ക്വീൻ ഓഫ് വാൻഡ്സ് വന്നു, സ്റ്റാർ, 4 ഓഫ് പെൻഡിക്കിൾസ്. ഓക്കെ, റിപ്പീറ്റഡ് കാർഡ്സ് വരാണെങ്കിൽ ഞാൻ വേറെ എടുക്കാം കേട്ടോ. ഡെത്ത്, ചാരിയറ്റ്, ഏസ് ഓഫ് കപ്സ്. പോരെ? ഓക്കെ, അപ്പോൾ നിങ്ങളെ പറ്റി മറ്റുള്ളവർ വിചാരിക്കുന്നത് നിങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഒരുപാടുള്ള ഒരാളാണ്. അവിടെ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, എനർജിയാണ് അവിടെ കൗണ്ട് ചെയ്യുന്നത് കേട്ടോ. ക്വീൻ ഓഫ് വോൺസ് ആണെങ്കിലും ഇത് ആണുങ്ങൾക്കും ബാധകമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ വിചാരിക്കുന്ന നിങ്ങൾ വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരാളാണ്. നിങ്ങളെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കാം. നിങ്ങൾ ആളുടെ അടുത്ത് പോയി ഒരു കാര്യം സാധിച്ചിട്ട് വരാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. അവരെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കാര്യങ്ങൾ ഒരറ്റം എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ നല്ല ധൈര്യമുള്ള ഒരാളാണ്. ഓക്കെ, സ്വന്തം കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. സ്വന്തം കാര്യം സ്വയം ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ കാര്യം സ്വയം ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല കഴിവുള്ള ഒരാളാണ്. നിങ്ങൾ കാണാനും നല്ല ഒരാളായിരിക്കണം. അങ്ങനെ നിങ്ങളെ ചുറ്റുമുള്ളവരെ നിങ്ങളെപ്പറ്റി അഭിപ്രായപ്പെടുന്നു കേട്ടോ. സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ സ്പിരിച്വാലിറ്റി മെയിനായിട്ട് അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് എന്നും കാണുന്നു. ക്വീൻ ഓഫ് വോൺസിൻ്റെ ഒരു രാശി വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ്, കുംഭരാശി കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെപ്പറ്റി പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവർ ഒരു ഹോപ്പൊക്കെ വിട്ട് ഹോപ്പ്ലെസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ വന്നൊന്ന് സംസാരിച്ചാൽ അവർക്ക് ആ ഹോപ്പ് വീണ്ടും കിട്ടും. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ആൾക്കാർക്ക് നിങ്ങളെ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ഇരിക്കുന്ന അവിടെ നിങ്ങൾ ചിലരുടെ ലൈഫിൽ വരുമ്പോൾ അവർക്ക് ഒരുപാട് ലക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ 4 ഓഫ് പെൻഡിക്കിൾസ് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് പൈസ ചിലവാക്കുന്നതിൽ മടി കാണിക്കുന്ന ഒരാളാണ് എന്നും വിചാരിക്കുന്നുണ്ട്. ഇവിടെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ഓക്കെ, പൈസ വളരെയധികം സൂക്ഷിച്ച് നിങ്ങൾ ചിലവാക്കിയുള്ളൂ. അതേപോലെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ടും, അതായത് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും നിങ്ങൾ ഷെയർ ചെയ്യില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എല്ലാവരോടും പറയുള്ളൂ. ചില വിഷമങ്ങളായാൽ പോലും നിങ്ങളുടെ മനസ്സിൽ അടക്കി പിടിക്കും. നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കേണ്ട നിങ്ങൾ അവരോടുള്ള സ്നേഹം തുറന്ന് കാണിക്കുന്നില്ല, മനസ്സിൽ അടക്കി പിടിക്കുന്നു എന്ന്. നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. ഓക്കെ, ഒരു കൺഫ്യൂഷൻ എപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് ഉണ്ടായിരിക്കും. ഇവരെന്താണ് ചിന്തിക്കുന്നതെന്ന് പിടികിട്ടുന്നില്ലല്ലോ എന്ന്
ഒരു ഒരു ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടാവും. ഓക്കെ, അതേപോലെ നിങ്ങൾ എന്തോ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുത്തിയിട്ടുണ്ട്. അത് നല്ല രീതിയിലുള്ള ചേഞ്ചാണ്. ഓക്കെ, അതിനെ പറ്റിയിട്ട് വളരെ നല്ലതായിട്ട് നിങ്ങൾക്ക് ചുറ്റിനുമുള്ളവർ സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഡെത്ത് വെച്ചിട്ട് അതൊരു ഒരു ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങിയതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈഡ് ഡെത്ത്. എന്തിനെക്കുറിച്ചാണ് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോയത് ഡിവൈൻ? ക്ലാരിഫൈഡ് ഡെത്ത്, ക്ലാരിഫൈഡ് ഡെത്ത്. നിങ്ങൾ ഒരു പക്ഷേ ഒരു എക്സ് സിറ്റുവേഷനിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടാവും. അതായത് ബ്രേക്കപ്പിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിന് ഒരു ഡെത്ത് സംഭവിച്ചിരിക്കാം. ഓക്കെ, അവിടെ നിന്നൊക്കെ നിങ്ങൾ ആ സിറ്റുവേഷനൊക്കെ തരണം ചെയ്ത് ഒരു പുതിയ ലൈഫിലേക്ക് കാലെടുത്ത് വെച്ച് കാണണം. ഓക്കെ, ഒരു പക്ഷേ ഒരു ന്യൂ ലൈഫ്, മാരീഡ് ലൈഫായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ട്ണർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. അതൊന്നുമല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ലൈഫല്ല ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ സമ്പാദ്യം, പുതിയ എന്താ പറയുക, ഒരു ജോലി സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങുക. അതായത് നിങ്ങളെ തന്നെ സ്വതന്ത്രമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു അവിടെ. അത് നിങ്ങൾക്ക് ചുറ്റിനുമുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ധൈര്യപൂർവ്വം ആ സിറ്റുവേഷനെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി, ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് നിങ്ങൾ പോയി എന്നവിടെ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചുറ്റിനുമുള്ളവർ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അപാര ധൈര്യമാണ് എന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങൾ സ്വല്പം മാനിപ്പുലേറ്റീവ് പവേഴ്സൊക്കെ ഉള്ള ഒരാളാണ് എന്നും ഇവർ വിചാരിക്കേണ്ട. ഇവിടുത്തെ രാശി പറഞ്ഞില്ല. ഡെത്ത് വെച്ച് സ്കോർപ്പിയോ, വൃശ്ചിക രാശിക്കാർ കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, അതും ഇവിടെ കണക്റ്റായി. ഓക്കെ, ചാരിയത്ത് വെച്ചിട്ട് ക്യാൻസർ, കർക്കടക രാശിക്കാർ അവിടെ കൂടുതലായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾ കുറച്ച് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള ഒരാളാണ് എന്നും വിചാരിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ നല്ല ജോലിയിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാളാണ്. നിങ്ങളെ വിശ്വസിക്കാം എന്ന് നിങ്ങൾക്ക് ചുറ്റിനുമുള്ളവർ വിചാരിക്കുന്നത്. അതുപോലെ അപാര വിൽ പവറാണ് അവർക്ക് എന്നും ഇവർ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളായിരിക്കണം, അതും ഇവർ പറയുന്നുണ്ട്. ക്ലാരിഫൈ ചാരിയറ്റ്, ക്ലാരിഫൈ ചാരിയറ്റ്. ആൾക്കാരോട് സംസാരിച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് ബഹുമിടുക്കാണ് എന്ന് നിങ്ങൾക്ക് ചുറ്റിനുമുള്ളവർ പറയുന്നുണ്ട്. ഓക്കെ, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുക. ഒരു കാര്യം ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ഒരാളെ പറഞ്ഞ് സമ്മതിപ്പിച്ച ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് നല്ല കഴിവാണ്. ഓക്കെ, അതുപോലെ എന്താ പറയുക, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. നിങ്ങളുടെ അടുത്ത് അഭിപ്രായം ചോദിക്കാൻ ആൾക്കാർ വരും. കാരണം നിങ്ങളൊരു നല്ല അഭിപ്രായം കൊടുക്കും, ഒരു കറക്റ്റായ തീരുമാനം ഇവർക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് ഇവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാം ഇവർക്ക് എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. അത് നല്ലൊരു എനർജിയാണ് അവിടെ. പേജ് ഓഫ് വാൻസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഓക്കെ, അത്രയും ആ രാശിയാണ് അവിടെ കൂടുതലായിട്ട് കണക്റ്റ് ആയത്. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് സ്നേഹം ഉള്ള ഒരാളാണ്. നിങ്ങളുടെ ഫാമിലിയോടായാലും നിങ്ങളുടെ പേഴ്സണോടായാലും എല്ലാ രീതിയിലും നിങ്ങൾ ചുറ്റുമുള്ളവരെ വളരെയധികം സ്നേഹിച്ച് ഒന്നിച്ച് കൂട്ടി നിർത്തി കൊണ്ടുപോകാൻ, ഇപ്പോൾ ഒരു ഫാമിലിയിലൊക്കെ ആണെങ്കിൽ ഒരു നല്ല രീതിയിൽ എല്ലാവരെയും ഒന്നിച്ച് കൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്ന് ഒരു അഭിപ്രായമുണ്ട്. ക്ലാരിഫൈ ഈസ് ഓഫ് കപ്സ്, ക്ലാരിഫൈ ഈസ് ഓഫ് കപ്സ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. നിങ്ങൾ വളരെ സ്പിരിച്വലായിട്ടും ചിന്തിക്കുന്ന ഒരാളാണ് എന്ന് കരുതുന്നുണ്ട്. എല്ലാവരുമായിട്ട് ഒരു ഈക്വൽ ബാലൻസിൽ എത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട് കേട്ടോ. എന്ത് ചെയ്യുമ്പോഴും പേഷ്യൻസോടെ, ആ വീട്ടിൽ വഴക്കൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വളരെ സെൻസിബിളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന, വളരെ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് നിങ്ങൾ എന്നും നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും വീട്ടുകാർക്കായാലും നിങ്ങളെ പറ്റിയിട്ട് അഭിപ്രായമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ ചുറ്റിനുമുള്ളവർക്ക് നിങ്ങളെ പറ്റിയുള്ള ഒപ്പീനിയൻ. ഓക്കെ, ഇതുവരെ അങ്ങനെ മോശപ്പെട്ട ഒരു ഒപ്പീനിയൻ ഒന്നും അവിടെ കണ്ടില്ല. ദേഷ്യം എന്നുള്ളത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ.
അത് ദേഷ്യം കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാം? മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഹീലിങ്ങിനും മെഡിറ്റേഷൻ നല്ലതാണ്. എല്ലാ തരം ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ നമുക്ക് മെഡിറ്റേഷൻ മൂലം സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ റീഡിങ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ ചുറ്റിനുമുള്ളവർക്ക് നിങ്ങളെ പറ്റിയുള്ള ഒപ്പീനിയൻ. ഓക്കെ, ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പിൻ്റെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്ത് തരണേ. കാരണം നമ്മുടെ വീഡിയോ ഒക്കെ ഇത്തിരി വ്യൂവർഷിപ്പ് കൂടുതൽ കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.